നോക്കിയിട്ടുണ്ടായിരുന്നത് കേരള പാഠാവലിയിലെ ഫസ്റ്റ് ചാപ്റ്ററത്തെ പദപരിചയമായിരുന്നു. അപ്പോൾ നമുക്കത് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ബാക്കി ചാപ്റ്റേഴ്സ് ഇന്ന് നോക്കാം. ഫസ്റ്റ് വന്നത് അഭിഷേകമായിരുന്നു. അഭിഷേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനാരോഹണത്തിന്റെ ഭാഗമായിട്ടുള്ള ചടങ്ങാണ്, അല്ലെങ്കിൽ അതിന് നനയ്ക്കൽ എന്നും അർത്ഥമുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളത് അരിനിവഹം. അരിനിവഹം എന്ന് പറഞ്ഞാൽ ശത്രു സമൂഹമാണ്. കനക്കി ചുരുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി ചുരുക്കി എന്നാണ് അർത്ഥം. അൻപ്, സ്നേഹം, ദയ എന്നൊക്കെയാണ് അർത്ഥം. നെഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം, മനസ്സ്. പഞ്ചതാര എന്ന് പറയുന്നത് പഞ്ചസാരേനെയാണ്. പ്രബലാധിപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തനായ നാഥനാണ്. ഭരദ്വാജ നന്ദനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരദ്വാജന്റെ പുത്രൻ ദ്രോണറാണ്. ഭരദ്വാജന്റെ പുത്രനാണ് ദ്രോണർ. അതിനെയാണ് എന്ത് പറയുന്നത്? ഭരദ്വാജ നന്ദനൻ എന്ന് പറയുന്നത്. ഭീഷ്മ സമാനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷ്മർക്ക് തുല്യനായവൻ എന്നാണ് അർത്ഥം. ഭുജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷിക്കുക എന്നാണ്. മധു തേനാണ്. മന്ദസ്മിതം പുഞ്ചിരി. മന്നവൻ രാജാവാണ്. മാനി മാനമുള്ളയാളാണ്. മേളിക്കുക കൂടിച്ചേരുക എന്നാണ് അർത്ഥം. ഇനി വൻപ് വമ്പ എന്ന വേർഡിനർത്ഥം പ്രതാപം എന്നാണ്. ശരശയനം പറഞ്ഞാൽ ശരങ്ങൾ കൊണ്ടുള്ള കിടക്കയാണ് എന്ത്? ശരശയനം എന്ന് പറയുന്നത്. സുയോധനൻ എന്ന് പറഞ്ഞാൽ കൗരവരിൽ മൂത്തയാളാണ്. കൗരവരിൽ മൂത്തയാൾ അല്ലെങ്കിൽ ദുര്യോധനൻ എന്ന വേർഡിനും എന്തുപയോഗിക്കാറുണ്ട്? സുയോധനൻ എന്നുള്ള വേർഡ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് അഖിലം എല്ലാം, അതികരുണം വളരെ ദയതോന്നും വണ്ണം, അതിവിദൂര അതിദുഃഖിത, അത പിന്നീട് അനന്തരം, അനതിശിരസുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവിച്ചിട്ട് ഏറെ നാൾ കഴിയാത്തവൾ, അനർഘ സ്വർണാഭൻ എന്ന് പറഞ്ഞാൽ അമൂല്യമായ സ്വർണത്തിന്റെ ശോഭയുള്ളവൻ എന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് അനുപമം. അനുപമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്യമില്ലാത്തത് എന്നാണ്. അഭിജ അതുമാത്രമല്ല. അമര ഗഗവരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവപക്ഷി ശ്രേഷ്ഠനാണ്. അമര ഗഗവരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അതിന്റെ അർത്ഥം എന്താണ്? ദേവപക്ഷി ശ്രേഷ്ഠൻ എന്നാണ്. ആശു വേഗത്തിൽ എന്നാണ് അർത്ഥം. ആശു വേഗത്തിൽ. ഇച്ഛ ആഗ്രഹമാണ്. ഇതമോടെ ഇഷ്ടത്തോടെ. കനക്കും വർദ്ധിക്കും. കുതുകം താല്പര്യം. കുലം വംശം. ഗച്ഛ പോയാലും. ചിറകു മണിക്കനകം എന്ന് പറഞ്ഞാൽ ചിറക് വിശിഷ്ടമായ സ്വർണമാണ്. ജനകൻ അച്ഛനാണ്. ജനനി അമ്മ. തനയൻ മകനാണ്. തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എന്നാണ് അർത്ഥം. ദയിത പത്നിയാണ്. ദയിത പത്നി എന്നാണ് അർത്ഥം. ദശ അവസ്ഥ. ദുരിതം ആപത്ത് കഷ്ടപ്പാട് എന്നൊക്കെയാണ് അർത്ഥം. നരവരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യശ്രേഷ്ഠനാണ്. നരവരൻ ആരാണ്? മനുഷ്യശ്രേഷ്ഠനാണ്. നിരവലംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്രയമില്ലാത്ത എന്നാണ് അർത്ഥം. പരിദേവിതം എന്ന് പറഞ്ഞാൽ പരിദേവനം അല്ലെങ്കിൽ വിലാപം എന്നൊക്കെയാണ് അർത്ഥം. പരിവൃഢൻ ശ്രേഷ്ഠനാണ്. പരിവൃഢൻ ശ്രേഷ്ഠനാണ്. പിഴ തെറ്റ്. പൊഴുത് അവസരം. ഭൂപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവാണ്. മമ എൻ്റെ എന്നാണ് അർത്ഥം. മമ എന്ന് പറഞ്ഞാൽ എൻ്റെ എന്നാണ് അർത്ഥം. മനസ്സി രുചിജനകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ കൊതിയുളവാക്കുന്ന എന്നാണ് അർത്ഥം. മനസ്സി രുചിജനകം എന്ന് പറഞ്ഞാൽ മനസ്സിൽ കൊതിയുളവാക്കുന്ന എന്നാണ് അർത്ഥം. മായാദ്രോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലുള്ള ദ്രോഹം എന്നാണ്. മോഹഭരം ഉദിതം. മോഹഭരം ഉദിതം എന്ന് പറഞ്ഞാൽ കവിഞ്ഞ മോഹമുണ്ടായി എന്നാണ്. കവിഞ്ഞ മോഹമുണ്ടായി എന്നാണ് എന്തിനർത്ഥം? മോഹഭര ഉദിതം എന്ന് പറഞ്ഞാൽ. രാജേന്ദ്രൻ ചക്രവർത്തിയാണ്. രുരോധ കരഞ്ഞു എന്നാണ് അർത്ഥം. വിരസം ഇഷ്ടക്കേടാണ്. സ്നേഹമേ വിഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്താൽ ചെയ്യപ്പെട്ടത്. ശൈതം ഉറങ്ങിക്കിടക്കുന്ന. ശോകം ദുഃഖം. നെക്സ്റ്റ് അപകർഷതാബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ മോശക്കാരനാണെന്നുള്ള ബോധമാണ്. അപകർഷതാബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? താൻ മോശക്കാരനാണെന്ന ബോധം. അനിവാര്യം ഒഴിവാക്കാൻ പറ്റാത്ത, തടുക്കാൻ കഴിയാത്ത. അവാച്യം വിവരിക്കാൻ പ്രയാസമുള്ള. അസ്തിത്വം ഉണ്ടെന്നുള്ള അവസ്ഥ അല്ലെങ്കിൽ നിലനിൽപ്പ് എന്നൊക്കെയാണ് അർത്ഥം. കഠോരം കഠിനം ഭയങ്കരം എന്നാണ് അർത്ഥം. ബന്ധപ്പാട്. ദുരന്തം ആപത്ത്. നെകളിക്കുക എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കുക എന്നാണ് അർത്ഥം. വാഹിനി നദിയാണ്. വാഹിനി എന്ന് പറഞ്ഞാൽ നദിയാണ്. വ്യർത്ഥം പ്രയോജനമില്ലാത്തത് അല്ലെങ്കിൽ അർത്ഥമില്ലാത്തത് എന്നൊക്കെയാണ് അർത്ഥം. പാഴാവുക എന്ന് പറഞ്ഞാൽ വെറുതെ ആവുക എന്നാണ് അർത്ഥം. ഷണ്ഡിക്കുക നിർബന്ധം പിടിക്കുക എന്നാണ് അർത്ഥം. ഷണ്ഡിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധം പിടിക്കുക എന്നാണ് അർത്ഥം. സ്ഫുരിക്കുക തിളങ്ങുക. സ്ഫുരിക്കുക തിളങ്ങുക. സ്പഷ്ടം വ്യക്തം. സമൃദ്ധം ധാരാളം. സരളം ലളിതം. സരളം ലളിതം. സംവദിക്കുക ആശയവിനിമയം നടത്തുക. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ചാപ്റ്ററാണ്. നെക്സ്റ്റ് ചാപ്റ്ററിൽ കുണ്ഠിതം. കുണ്ഠിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖമാണ്. പ്രത്യുൽപ്പന്നമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത്
വേണ്ടപ്പോൾ ചെയ്യാൻ ബുദ്ധിയുള്ളവളാണ് എന്ത് പ്രത്യുൽപ്പന്നമതി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഊട്ടുക ഭക്ഷണം കഴിപ്പിക്കുക. ദൃക്സാക്ഷി എങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കിക്കോളൂ. അത് ദൃക്സാക്ഷി എന്ന് പറഞ്ഞാൽ നേരിൽ കണ്ടയാൾ എന്നാണ് അർത്ഥം. പൂഴ്ത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിച്ചു വെക്കുക എന്നാണ് അർത്ഥം. സുദൃഢം എന്ന് പറഞ്ഞാൽ നല്ല പോലെ ഉറച്ചത്. കുണ്ഠിതം ദുഃഖം. പ്രത്യുൽപ്പന്നമതി വേണ്ടത് വേണ്ടപ്പോൾ ചെയ്യാൻ ബുദ്ധിയുള്ളവൾ. ഊട്ടുക ഭക്ഷണം കഴിക്കുക. ദൃക്സാക്ഷി നേരിൽ കണ്ടയാൾ. പൂഴ്ത്തുക ഒളിച്ചു വെക്കുക. സുദൃഢം നല്ല പോലെ ഉറച്ചത്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്ററിൽ അന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യ വൈകുന്നേരം എന്നൊക്കെയാണ് അർത്ഥം. അന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യ വൈകുന്നേരം എന്നൊക്കെയാണ് അർത്ഥം. ഇഹം ഈ ലോകം. ഉരുവിടുക എന്ന് പറഞ്ഞാൽ പറയുക അല്ലെങ്കിൽ ആവർത്തിച്ചു പറയുക എന്നൊക്കെയാണ് അർത്ഥം. ഉരുവിടുക, പറയുക അല്ലെങ്കിൽ ആവർത്തിച്ചു പറയുക. ഉലക്ക് ലോകം. നിഭൃതം നിശബ്ദമായി രഹസ്യമായി. നിസർഗം ജന്മനായുള്ളത് സ്വാഭാവികം എന്നൊക്കെയാണ് എന്തിനർത്ഥം? നിസർഗം. ഓക്കെ അല്ലേ? ഇനി കൂറുമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആദിവാസി വിഭാഗമാണ്. കൂറുമർ എന്ന് പറയുന്നത് ഒരു ആദിവാസി വിഭാഗമാണ്. ജി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിഗാബൈറ്റ് ആണ്. ജി ബി എന്ന് പറഞ്ഞാൽ ജിഗാബൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. മനയോല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥകളിയിലും മറ്റും മുഖത്തെഴുത്തിന് ഉപയോഗിക്കുന്ന നിറക്കൂട്ട് മഞ്ഞ നിറമുള്ള ഒരു ധാതു. അതാണെന്ത്? മനയോല എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? മനയോലയാണ് കേട്ടോ. മനയോല എന്ന് പറഞ്ഞാൽ കഥകളിയിലും മറ്റും മുഖത്തെഴുതുന്നതിന് ഉപയോഗിക്കുന്ന നിറക്കൂട്ടാണ്. മഞ്ഞ നിറമുള്ള ഒരു ധാതുവാണത്. ഇനി കുഴമറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴഞ്ഞു മറിയുക എന്നാണ് അർത്ഥം. കുഴമറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴഞ്ഞു മറിയുക എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ താറുമാറുക എന്നൊക്കെ അർത്ഥമുണ്ട്. നിർമ്മലം പരിശുദ്ധമാണ്. നിർമ്മലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധമാണ്. ഓക്കെ അല്ലേ? ഇതുവരെയുള്ളത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. കുണ്ഠിതം ദുഃഖം. പ്രത്യുൽപ്പന്നമതി വേണ്ടത് വേണ്ടപ്പോൾ ചെയ്യാൻ ബുദ്ധിയുള്ളവൾ. ഊട്ടുക ഭക്ഷണം കഴിപ്പിക്കുക. ദൃക്സാക്ഷി നേരിൽ കണ്ടയാൾ. പൂഴ്ത്തുക ഒളിച്ചു വെക്കുക. സുദൃഢം നല്ലപോലെ ഉറച്ചത്. അന്തി സന്ധ്യ വൈകുന്നേരം എന്നൊക്കെയാണ് അർത്ഥം. ഇഹം ഈ ലോകം. ഉരുവിടുക പറയുക അല്ലെങ്കിൽ ആവർത്തിച്ചു പറയുക. ഉലക്ക് ലോകം. നിഭൃതം നിശബ്ദമായി രഹസ്യമായി. നിസർഗം ജന്മനായുള്ളത് സ്വാഭാവികം. കൂറുമർ എന്ന് പറയുന്നത് ഒരു ആദിവാസി വിഭാഗമാണ്. ജി ബി എന്നുള്ള ഉദ്ദേശിക്കുന്നത് ജിഗാബൈറ്റിനെയാണ്. മനയോല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥകളിലും മറ്റും മുഖത്തെഴുത്തിന് ഉപയോഗിക്കുന്ന നിറക്കൂട്ടാണ് മനയോല. മഞ്ഞ നിറമുള്ള ധാതുവാണത്. ഇനി കുഴമറിയുക എന്ന് പറഞ്ഞാൽ കുഴഞ്ഞു മറിയുക എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ താറുമാറുക എന്നും അതിനർത്ഥമുണ്ട്. നിർമ്മലം പരിശുദ്ധമാണ്. നെക്സ്റ്റ് ചാപ്റ്ററിൽ ഉരുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുകി ഉറച്ച ഇരുമ്പിനെയാണെന്ന് പറയുന്നത് നമ്മൾ ഉരുക്ക് എന്ന് പറയുന്നത്. ഉലർന്ന എന്ന് പറഞ്ഞാൽ നീരു വലിഞ്ഞാണ്. ഇതാണ് അർത്ഥം. ഉലർന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീരു വലിഞ്ഞ എന്നാണ് അർത്ഥം. ഏറുമാട് മരത്തിന്റെ മുകളിലുള്ള കാവൽപ്പുരയാണ്. ഏറുമാടം എന്താണ്? മരത്തിന്റെ മുകളിലുള്ള കാവൽപ്പുരയാണ്. ഒടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലത്തിന്റെ ഒരു ഭാഗം നിരനിരയായി തുടർന്നുള്ള കണ്ടങ്ങളിനെ എന്ത് പറയും? ഒടി എന്ന് പറയും. ഒടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിലത്തിന്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ നിരനിരയായിട്ട് തുടർന്നുള്ള കണ്ടങ്ങളിനെ എന്ത് പറയും? ഒടി എന്ന് പറയും. കല്ലൻമുള എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള ഒരു തരം മുളയാണ് എന്ത്? കല്ലൻമുള എന്ന് പറയുന്നത്. കല്ലൻമുള എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള ഒരു തരം മുളയാണ്. ചെമ്മുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമന്ന മുത്താണ്. ഓക്കെ അല്ലേ? ദേശദ്വയം എന്ന് പറഞ്ഞാൽ രണ്ടു ദേശമാണ്. രണ്ടു ദേശം. പെട്രോമാക്സ് എന്ന് പറയുന്നത് ഒരുതരം ഗ്ലാസ് വിളക്കാണ്. ഒരുതരം ഗ്യാസ് വിളക്കാണ്. പെട്രോമാക്സ് എന്താണ്? ഒരുതരം ഗ്യാസ് വിളക്കാണ്. പെലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലം വയൽ എന്നൊക്കെയാണ് അർത്ഥം. പെലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലം വയൽ എന്നൊക്കെയാണ് അർത്ഥം. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഉരുക്ക് ഉരുകി ഉറച്ച ഇരുമ്പ്. ഉലർന്ന നീരുവലിഞ്ഞ. ഏറുമാടം മരത്തിന്റെ മുകളിലുള്ള കാവൽപ്പുര. ഒടി നിലത്തിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ നിരയായി തുടർന്നുള്ള കണ്ടങ്ങളിനെയാണ് എന്ത് പറയുന്നത്? ഒടി എന്ന് പറയുന്നത്. കല്ലൻമുള എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള ഒരു തരം മുളയാണ്. ചെമ്മുത്ത് ചെമന്ന മുത്താണ്. ദേശദ്വയം എന്ന് പറഞ്ഞാൽ രണ്ടു ദേശം. പെട്രോമാക്സ് എന്ന് പറഞ്ഞാൽ ഒരു തരം ഗ്യാസ് വിളക്കാണ്. പെലം എന്ന് പറഞ്ഞാൽ പുലം വയൽ എന്നൊക്കെയാണ് അർത്ഥം. നെക്സ്റ്റ്
മരുത്ത് എന്ന് പറഞ്ഞാൽ ഒരുതരം വൃക്ഷമാണ്. മരുത്ത് എന്ന് പറയുന്ന ഒരു വൃക്ഷത്തിനെയാണ് പറയുന്നത് മരുത്ത് എന്ന്. മാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കത്തിയുടെ മൂർച്ചയില്ലാത്ത ഭാഗമാണ് എന്ത് മാട് എന്ന് പറയുന്നത്. വാരി മേൽപ്പുരയുടെ താഴ്ഭാഗത്തുള്ള പടീനെയാണ് വാരി എന്ന് പറയുന്നത്. വാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേൽപ്പുരയുടെ താഴ്ഭാഗത്തുള്ള പട്ടിയലിനെയാണ് എന്ത് പറയുന്നത്, വാരി എന്ന് പറയുന്നത്. മരുത്ത് എന്തായിരുന്നു, ഒരു വൃക്ഷമാണ്. മാട് എന്ന് പറയുന്നത് എന്താണ്, വാക്കത്തിയുടെ മൂർച്ചയില്ലാത്ത ഭാഗമാണ്. വാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേൽപ്പുരയുടെ താഴ്ഭാഗത്തുള്ള പട്ടിയലിനെയാണ് എന്ത് പറയുന്നത്, വാരി എന്ന് പറയുന്നത്. കലശുവെള്ളം പറഞ്ഞാൽ കലശുവെള്ളം കലങ്ങിയ വെള്ളമാണ്, അല്ലെങ്കിൽ ഇരുമ്പ് ചുവയുള്ള വെള്ളത്തിനെയാണ് എന്ത് കലശുവെള്ളം എന്ന് പറയാം. കഴിച്ചിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കുക എന്നാണ് അർത്ഥം. കഴിച്ചിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കുക എന്നാണ് അർത്ഥം. ചാകര, ധാരാളം മത്സ്യം അടിയുന്ന ഒരു പ്രതിഭാസമാണ് എന്ത് ചാകര എന്ന് പറയുന്നത്. ചെതുമ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യത്തിന്റെ പുറംഭാഗത്തുള്ള ശൽക്കകൾക്കാണ് എന്ത് പറയുന്നത്, ചെതുമ്പൽ എന്ന് പറയുന്നത്. തുറ കടപ്പുറമാണ്. തുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടപ്പുറമാണ്. വെക്ക പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് എന്നാണ് അർത്ഥം. വെക്ക ചൂട് എന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ. നെക്സ്റ്റ് അറ്റകഴ. അറ്റകഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലരികിലെ നീർച്ചാലിനെയാണ് എന്ത് അറ്റകഴ എന്ന് പറയുന്നത്. ആജാനുബാഹു പറയാം. കൈക്ക് കാൽമുട്ടോളം നീളമുള്ളവനാണ് എന്ത് ആജാനുബാഹു എന്ന് പറയുന്നത്. ഊർവര ഫലഭൂഷ്ടമായ അല്ലെങ്കിൽ വിളഭൂമിയാണ്. ഊർവരത്തിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത് ഊഷരം എന്ന് പറയുന്നത്. എട്ടും പൊട്ടും തിരിയാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവില്ലാത്ത എന്നാണ് അർത്ഥം. കുടകപ്പാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു വൃക്ഷമാണ്. നമ്മൾ നേരത്തെ മരുത്ത് ഒരു വൃക്ഷമാണെന്ന് പറഞ്ഞു, അതുപോലെ കുടകപ്പാല എന്ന് പറയുന്നതും ഒരു വൃക്ഷമാണ്. തഥാഗതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധമുനിയാണ്. തഥാഗതൻ എന്ന് പറയുന്നത് ആരാണ്, ബുദ്ധമുനിയാണ്. നാൽപ്പാമരം എന്ന് പറയുന്നത് അത്തി, ഇത്തി, അരയാൽ, പേരാൽ എന്നീ മരങ്ങളെ ഒരുമിച്ചാണെന്ന് പറയുന്നത് നാൽപ്പാമരം എന്ന് പറയുന്നത്. നീപ്പാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാളിയാണ്. നീപ്പാളി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നേപ്പാളിയാണ്. പ്രയാണം യാത്രയാണ്. ഓക്കെ അല്ലേ. ഇതുവരെ പറഞ്ഞത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. മരുത്ത് ഒരു വൃക്ഷമാണ്. വാക്കത്തിമാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് വാക്കത്തിയുടെ മൂർച്ചയില്ലാത്ത ഭാഗത്തെയാണ്. വാരി മേൽപ്പുരയുടെ താഴ്ഭാഗത്തുള്ള പട്ടിയലിനെയാണ് പറയുന്നത്. കലശുവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലങ്ങിയ വെള്ളം അല്ലെങ്കിൽ ഇരുമ്പ് ചുവയുള്ള വെള്ളമാണ്. കഴിച്ചിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കുക എന്നാണ് അർത്ഥം. ചാകര ധാരാളം മത്സ്യം അടിയുന്ന ഒരു പ്രതിഭാസമാണ്. ചെതുമ്പൽ മത്സ്യത്തിന്റെ പുറംഭാഗത്തുള്ള ശൽക്കകൾക്ക് പറയുന്നത് പേരാണ് ചെതുമ്പൽ. തുറ കടപ്പുറമാണ്. വെക്ക ചൂട്. അറ്റകഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലരികിലെ നീർച്ചാലാണ്. അറ്റകഴ എന്താണ്, വയലരികിലെ നീർച്ചാൽ. ആജാനുബാഹു കൈക്ക് കാൽമുട്ടോളം നീളമുള്ളവൻ. ഊർവര ഫലഭൂഷ്ടമായ അല്ലെങ്കിൽ വിളഭൂമിയാണ്. ഊർവരത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ഊഷരം എന്ന് പറയുന്നത്. എട്ടും പൊട്ടും തിരിയാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവില്ലാത്ത എന്നാണ് അർത്ഥം. കുടകപ്പാല ഒരു വൃക്ഷമാണ്. കുടകപ്പാല എന്ന് പറയുന്നത് ഒരു വൃക്ഷമാണ്. തഥാഗതൻ ബുദ്ധമുനിയാണ്. തഥാഗതൻ ബുദ്ധമുനി. നാൽപ്പാമരം അത്തി, ഇത്തി, അരയാൽ, പേരാൽ. അത്തി, ഇത്തി, അരയാൽ, പേരാൽ ആണ് എന്ത് നാൽപ്പാമരം. ഈ മരങ്ങളെ ഒരുമിച്ച് പറയുന്നതാണ് എന്ത് നാൽപ്പാമരം എന്ന് പറയുന്നത്. നീപ്പാളി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നേപ്പാളിയാണ്. പ്രയാണം എന്ന് പറഞ്ഞാൽ യാത്രയാണ്. ബോധിസത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധനാണ്. ബോധിസത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധനാണ്. ഭൂർജപത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയം മുതലായ പർവ്വതങ്ങളിൽ കാണുന്ന പൂത്തണക്ക് എന്ന വൃക്ഷത്തിന്റെ ഇലേനെയാണ് എന്ത് പറയുന്നത് ഭൂർജപത്രം എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ. ഭൂർജപത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയം മുതലായ പർവ്വതങ്ങളിൽ കാണപ്പെടുന്ന പൂത്തണക്ക് എന്ന് പറയുന്ന വൃക്ഷത്തിന്റെ ഇലേനെയാണ്. മൂടാളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഷ്കരൻ എന്ന അർത്ഥം. മൂടാളൻ, മുഷ്കരൻ. സങ്കീർത്തനം, സ്തുതി, സ്തോത്രം എന്നൊക്കെയാണ് അർത്ഥം. സത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വാക്കാണ്. സത്വം, നല്ല വാക്ക്. സാളഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവിന്റെ പ്രതിമയായി സങ്കല്പിച്ച് പൂജിക്കുന്ന കല്ല്. വിഷ്ണുവിന്റെ പ്രതിമയായി സങ്കല്പിച്ച് പൂജിക്കുന്ന കല്ലാണ് എന്ത് സാളഗ്രാമം എന്ന് പറയുന്നത്. നമ്മൾ മറ്റേ മാർത്താണ്ഡവർമ്മയുടെ പോഷൻ പഠിക്കുന്ന സമയത്ത് ഗണ്ഡകി നദിയിൽ നിന്നോ മറ്റേ സാളഗ്രാമം കൊണ്ടുവന്നിട്ട് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വിഗ്രഹം പുതുക്കി പണിയുന്നു എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നില്ലേ. അപ്പോൾ സാളഗ്രാമം എന്ന് പറയുന്നത് വിഷ്ണുവിന്റെ പ്രതിമയായി സങ്കല്പിച്ച് പൂജിക്കുന്ന കല്ലിനെയാണ് എന്ത് പറയുന്നത് സാളഗ്രാമം എന്ന് പറയുന്നത്. സുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധന്റെ ഉപദേശമാണ്. സുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം, ബുദ്ധന്റെ ഉപദേശം. ഓക്കെ അല്ലേ. ഇനി അനുക്ഷണം, നിമിഷം തോറും എന്നാണ് അർത്ഥം. അനുക്ഷണം, നിമിഷം തോറും. ആദി, ഒന്നാമത്തെ അല്ലെങ്കിൽ ആദ്യത്തെ എന്നൊക്കെയാണ് അർത്ഥം. കന്നി, പഴം അല്ലെങ്കിൽ ഫലം എന്നൊക്കെയാണ് അർത്ഥം. കനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനി, പഴം, ഫലം എന്നൊക്കെയാണ് അർത്ഥം.
ഞാണോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാണിന്റെ ശബ്ദമാണത് ഞാണോലി എന്ന് പറയുന്നത്. ദീപസ്തംഭം വിളക്കുതൂണാണ്. ദീപസ്തംഭം വിളക്കുതൂണാണ്. പരമാണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറുതായ അണു, അവിഭാജ്യമായ അണു ആണെന്ത് പരമാണു എന്ന് പറയുന്നത്. പരിണാമം എന്ന് പറയുന്നത് മാറ്റമാണ്. പരിണാമം മാറ്റം. പരിമാണം എന്ന് പറയുന്നത് എന്തായിരുന്നു? അളവാണ് കേട്ടോ. പരിമാണം അളവാണ്. പരിണാമം മാറ്റമാണ്. പരിവർത്തനം എന്ന് പറഞ്ഞാലും എന്താണ് അർത്ഥം? മാറ്റം എന്നാണ് അർത്ഥം. പുരുഷാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 വർഷം, ഒരു മനുഷ്യന്റെ ജീവിതകാലം, ഒരു തലമുറ എന്നൊക്കെയാണ് പുരുഷാന്തരം എന്ന് പറയുന്നതിന് അർത്ഥം. 100 വർഷം അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതകാലം അല്ലെങ്കിൽ ഒരു തലമുറ എന്നൊക്കെ അർത്ഥമുണ്ട് എന്തിന്? പുരുഷാന്തരം. സ്പന്ദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവന്റെ തുടിപ്പാണ്. പ്രാണസ്പന്ദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവന്റെ തുടിപ്പാണ്. മണ്ഡലം കൂട്ടമാണ്. മണ്ഡലം കൂട്ടം. വാടി ഉദ്യാനമാണ്. വാടി ഉദ്യാനമാണ്. ശ്രേണി കൂട്ടം നിര എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ശ്രേണി എന്ന് പറഞ്ഞാലും മണ്ഡലം എന്ന് പറഞ്ഞാലും കൂട്ടം എന്നാണ് അർത്ഥം. ശ്രേണിക്ക് വേറൊരു അർത്ഥമുള്ളത് നിര എന്നാണ്. സഹസ്രം 1000 സൃഷ്ടി ഉൽപ്പത്തി അല്ലെങ്കിൽ നിർമ്മാണമാണ്. സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി, നിർമ്മാണം. ഇനി അന്വർത്ഥം. അന്വർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അർത്ഥത്തിന് യോജിച്ച എന്നാണ് അർത്ഥം. അന്വാർത്ഥം എന്നാണ് അർത്ഥത്തിന് യോജിച്ച. അമാനുഷ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ സാധാരണമല്ലാത്ത സ്വഭാവമുള്ളവരെയാണ് അമാനുഷ്യർ എന്ന് പറയുന്നത്. അരോചകം രസിക്കാത്ത അല്ലെങ്കിൽ സുഖകരമല്ലാത്തതിനെയാണ് അരോചകം എന്ന് പറയുന്നത്. ആത്മഗതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലുള്ളത് അല്ലെങ്കിൽ വിചാരം എന്നൊക്കെയാണ് അർത്ഥം. ആത്മഗതം മനസ്സിലുള്ളത് അല്ലെങ്കിൽ വിചാരം. ദിശ ദിക്കാണ്. നിർദ്ദിഷ്ട മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർദ്ദേശിക്കപ്പെട്ട വഴി. നിർദ്ദിഷ്ട മാർഗം നിർദ്ദേശിക്കപ്പെട്ട വഴി. പ്രതീതി തോന്നലാണ്. നമുക്ക് അങ്ങനെ ഒരു പ്രതീതി ഉണ്ടായി എന്നൊക്കെ പറയില്ലേ, അതായത് നമ്മുടെ ഒരു തോന്നലിനെ കുറിച്ചല്ലേ പറയുന്നത്. പ്രതീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നലാണ്. വിച്ഛേദനം വേർപെടുത്തലാണ്. വിച്ഛേദനം. വിച്ഛേദനം നമ്മൾ സംയോജക സീമ വിച്ഛേദനം അവിടെ പഠിക്കില്ലേ, വിച്ഛേദനം ഇങ്ങനെ വേർപെട്ടു പോകുന്നത് അത്. അപ്പോൾ വിച്ഛേദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർപെടുത്തലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നമ്മുടെ കഴിഞ്ഞു. ഒന്നുകൂടെ ഓട്ടിച്ച അർത്ഥങ്ങൾ ഒന്നുകൂടെ വായിക്കാം. അറ്റകഴ വയലരികിലെ നീർച്ചാലാണ്. ആജാനുബാഹു കൈക്ക് കാൽമുട്ടോളം നീളമുള്ളവൻ. ഊർവര ഫലഭൂഷ്ടമായ അല്ലെങ്കിൽ വിളവുഭൂമി. എട്ടും പൊട്ടും തിരിയാത്ത അറിവില്ലാത്ത. കുടകപ്പാല ഒരു വൃക്ഷമാണ്. തഥാഗതൻ എന്ന് പറഞ്ഞാൽ ബുദ്ധമുനിയാണ്. നാൽപ്പാമരം അത്തിയിത്തി അരയാൽ പേരാൽ എന്നീ മരങ്ങളാണ്. നേപ്പാളി എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. പ്രയാണം യാത്രയാണ്. ബോധിസത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധനാണ്. ഭൂർജപത്രം എന്ന് പറഞ്ഞാൽ ഹിമാലയം മുതലായ പർവ്വതങ്ങളിൽ കാണുന്ന പൂത്തണക്ക് എന്ന് പറയുന്ന ഒരു വൃക്ഷത്തിന്റെ ഇലയാണ്. മൂടാളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഷ്കരാണ്. മൂടാളൻ എഴുതിയുള്ള ശ്രദ്ധിച്ചോളൂ, ചിലപ്പോൾ ചോദിക്കാം, മറ്റേ പദശുദ്ധിയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മുഷ്കരൻ. മൂടാളൻ മുഷ്കരൻ. സങ്കീർത്തനം സ്തുതി സ്തോത്രം എന്നൊക്കെയാണ് അർത്ഥം. സത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വാക്കാണ്. സാത്വം നല്ല വാക്ക്. സാളഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവിന്റെ പ്രതിമയായി സങ്കല്പിച്ച് പൂജിക്കുന്ന കല്ലാണ്. സൂത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധന്റെ ഉപദേശം. അനുക്ഷണം നിമിഷം തോറും. ആദ്യത്തെ. കന്നി പഴം ഫലം എന്നൊക്കെയാണ് അർത്ഥം. ഞാണൊലി ഞാണിന്റെ ശബ്ദമാണ്. ദീപസ്തംഭം വിളക്കുതൂണാണ്. പരമാണു ഏറ്റവും ചെറിയ അണു അല്ലെങ്കിൽ അവിഭാജ്യമായിട്ടുള്ള അണു എന്നാണ് അർത്ഥം പരമാണുവിന്. പരിണാമം മാറ്റമാണ്. പരിവർത്തനവും മാറ്റാണ്. പുരുഷാന്തരം 100 വർഷം അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതകാലം, ഒരു തലമുറ എന്നൊക്കെ അർത്ഥമുണ്ട്. പ്രാണസ്പന്ദനം എന്ന് പറഞ്ഞാൽ ജീവന്റെ തുടിപ്പാണ്. മണ്ഡലം അതേപോലെ ശ്രേണിക്കും കൂട്ടം എന്നൊരർത്ഥമുണ്ട്. ശ്രേണിയുടെ വേറൊരു അർത്ഥമാണ് നിര എന്ന് പറയുന്നത്. വാടി ഉദ്യാനമാണ്. സഹസ്രം വാടിക്ക് അപ്പോൾ ഉദ്യാനം, പൂന്തോട്ടം എന്നൊക്കെ പറയാം. സഹസ്രം എന്ന് പറഞ്ഞാൽ 1000 സൃഷ്ടി ഉൽപ്പത്തി അല്ലെങ്കിൽ നിർമ്മാണം. അന്വർത്ഥം അർത്ഥത്തിന് യോജിച്ച. അമാനുഷർ മനുഷ്യ സാധാരണമല്ലാത്ത സ്വഭാവമുള്ളവർ. അരോചകം രസിക്കാത്ത സുഖകരമല്ലാത്ത. ആത്മഗതം മനസ്സിലുള്ളത് അല്ലെങ്കിൽ വിചാരം. ദിശ ദിക്ക്. നിർദ്ദിഷ്ടമാർഗം നിർദ്ദേശിക്കപ്പെട്ട വഴി. പ്രതീതി തോന്നൽ. വിച്ഛേദനം വേർപെടുത്തൽ. ഓക്കെ അല്ലേ? ഇന്നത്തോടെ കേരള പാഠാവലി പുതിയ SCERT ബുക്കത്തെ 10th കേരള പാഠാവലി തീർന്നു.